അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ക്രോസിംഗ് ഓവറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നാണ്. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ക്രോസിംഗ് ഓവർ. അപ്പൊ ഇപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്താണ് ക്രോസിംഗ് ഓവർ, what is the mechanism behind the crossing over, what are the theories put forwarded by different scientists on the basis of the exchange of chromosomal arms. ഇല്ലേ, ക്രോസിംഗ് ഓവറിനെ ബേസ് ചെയ്തിട്ടുള്ള തിയറീസ് മൂന്നെണ്ണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇവിടെ ഫാക്ടേഴ്സ് ആണ്. what are the factors? First of all, we know the distance between the linked gene. Last class നമ്മൾ പഠിച്ചതാണ് the linked genes. The distance of the linked genes that always direct or that always determine the chance of crossing over. If the distance between two genes is high or more, the crossing over, the chance of crossing over is also more. രണ്ടും കൂടുതൽ അകലത്തിലാണ് രണ്ട് ജീനുകൾ ഇരിക്കുന്നതെങ്കിൽ ഈ ക്രോസിംഗ് ഓവറിന്റെ ചാൻസ് കൂടും. അതേസമയം രണ്ടെണ്ണം തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കുറവാണെങ്കിലോ ചാൻസ് കുറയും. വളരെ കുറവാണെങ്കിലോ ഒട്ടുമില്ല, തൊട്ടടുത്താണ് ഇരിക്കുന്നതെങ്കിൽ അവിടെ എക്സ്ചേഞ്ചേ നടക്കില്ല. ഇല്ലേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് കംപ്ലീറ്റ് ലിങ്കേജ് ആൻഡ് പാർഷ്യൽ ലിങ്കേജ്. ഇത് ഇവിടെ അതാണ് പറയുന്നത്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലിങ്ക്ഡ് ജീൻസ്, ക്രോസിംഗ് ഓവർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലിങ്ക്ഡ് ജീൻസ്. ഗ്രേറ്റർ ദ ഡിസ്റ്റൻസ്, ഹയർ ദ ചാൻസ് ഫോർ ക്രോസിംഗ് ഓവർ. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് factor is the distance between the linked gene. Second one is centromere and telomere effect. Centromere and telomere. We know what is centromere, what is telomere. എന്താണ് സെൻട്രോമിയർ എന്ന് പറയുന്നത്? സെന്ററിലാണ് ക്രോമാറ്റിഡുകൾ രണ്ടും ജോയിൻ ചെയ്തിരിക്കുന്ന ഭാഗമാണ്. ടീലോമിയർ എന്ന് പറയുന്നത് അതിന്റെ എൻഡുകളാണ്, ക്രോമാറ്റിഡുകൾ. ക്രോസിംഗ് ഓവർ ഈസ് ഓൾമോസ്റ്റ് ആബ്സെന്റ് ഇൻ ദ റീജിയൻ നിയർ സെൻട്രോമിയർ ആൻഡ് ടീലോമിയർ. ഈ സെന്ററിലും അതുപോലെ ഈ ടീലോമിയർ ഉള്ള പാർട്ടിലും ടിപ്പിലും എന്ത് നടക്കത്തില്ല, ഈ പറഞ്ഞേക്കുന്ന ക്രോസിംഗ് ഓവറിന്റെ സാധ്യത കുറവാണ്. ഓൾമോസ്റ്റ് ആബ്സെന്റ് എന്നാ പറഞ്ഞേക്കുന്നത്. ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, നടക്കില്ല എന്ന് പറയാം. സെൻട്രോമിയറിന്റെ റീജിയൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് മച്ച് കണ്ടൻസ്ഡ്. അവിടുത്തെ സ്ട്രെങ്ത്, അവിടുത്തെ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ഓൾ ആർ ഹൈ ഓൺ ദാറ്റ് portion, the centromere and the telomere. So the crossing over is nil or almost absent in these two cases. അതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. തേർഡ് വൺ ഇസ് ദ സെക്സ്. ഇൻ ഡ്രോസോഫില ക്രോസിംഗ് ഓവർ മീൻസ് ദ ക്രോസിംഗ് ഓവർ ഇവിടെ പറയുന്നത് ഇൻ ദ കേസ് ഓഫ് മാമൽസ് ഓൾസോ മെയിലിന്റെ ക്രോസിംഗ് ഓവർ ചാൻസ് എന്ന് പറയുന്നത് ലെസ് ദാൻ ദ ഫീമെയിൽ ആണ്. In Drosophila, crossing over is completely suppressed in male but very high in female. Drosophila കാര്യത്തിൽ പറയുന്നത് the complete suppression of the crossing over in males and it is high in female. In the case of mammals, എന്താണ് the tendency of reduction of crossing over in male mammals. Mammals condition എടുത്തു കഴിഞ്ഞാലും there is a chance of reduction of crossing over in males. Mammals including human, അതിനകത്ത് ഫീമെയിൽസിനാണ് കൂടുതൽ ക്രോസിംഗ് ഓവറിന്റെ ചാൻസ് എന്ന് പറഞ്ഞാൽ മെയിൽസിന് ക്രോസിംഗ് ഓവറിന്റെ ചാൻസ് കുറവാണ്. എന്നാൽ ഡ്രോസോഫില മെയിൽസിനകത്ത് കംപ്ലീറ്റ് ആയിട്ടും ഇല്ല, അതല്ലെങ്കിൽ നെഗ്ലിജിബിൾ ആണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ സെക്സ് ഈസ് എ ഫാക്ടർ behind the crossing over. See, another one factor is mutation. We know what is mutation. It is a sudden heritable change. അപ്പൊ ഇവിടെ എന്തായിരിക്കും മ്യൂട്ടേഷൻ സംഭവിക്കുന്നത്? മ്യൂട്ടേഷൻ റെഡ്യൂസസ് ക്രോസിംഗ് ഓവർ ഇൻ ഓൾ ദ ക്രോമസോംസ് ഓഫ് ഡ്രോസോഫില. ഡ്രോസോഫിലക്കകത്ത് ഗോവൻ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് തന്നെ കണ്ട് മനസ്സിലാക്കിയ ഒരു സംഗതിയാണ് എന്താണ് ക്രോസിംഗ് ഓവർ എന്ന് പറയുന്നത്. മ്യൂട്ടേഷൻ നടക്കുകയാണോ, ക്രോസിംഗ് ഓവർ ഉണ്ടാവാൻ സാധ്യതയില്ല. ഡിസ്കവേർഡ് ദ മ്യൂട്ടേഷൻ റെഡ്യൂസസ് ക്രോസിംഗ് ഓവർ. മ്യൂട്ടേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ക്രോസിംഗ് ഓവർ വളരെ കുറച്ചു കളയും. അതാണ് മ്യൂട്ടേഷനെ ഒരു ഫാക്ടർ ആയിട്ട് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. Another one is mutagenic chemical. Different types of chemicals, different types of factors are there for causing the mutation. So the mutagenic chemical ഉണ്ട്, അതുപോലെ റേസ് ഉണ്ട്, മറ്റ് ഫിസിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഒരുപാട് തരത്തിലുള്ള ഫാക്ടേഴ്സ് മ്യൂട്ടേഷന് കാരണമാകാം. അതിനകത്തുള്ള ഒരെണ്ണമാണ് കെമിക്കൽ എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ആൽക്കൈലേറ്റിംഗ് ഏജന്റ്. അതിന് എന്ത് ഉണ്ടാക്കാൻ സാധിക്കും എന്നാ പറയുന്നത്? ക്യാൻ ബി ഇൻക്രീസ് ദ ഫ്രീക്വൻസി ഓഫ് ക്രോസിംഗ് ഓവർ. ദേ ക്യാൻ ഇൻക്രീസ് ദ ഫ്രീക്വൻസി ഓഫ് ക്രോസിംഗ് ഓവർ. അപ്പൊ ഇതുവരെ പറഞ്ഞൊക്കെ കുറയ്ക്കും എന്ന് നമ്മൾ പറഞ്ഞെങ്കിൽ മ്യൂട്ടാജനിക് കെമിക്കൽസിന് എന്താ ഉള്ളത്? there is a tendency of increasing the frequency of crossing over.
Another one is inversion. Inversion എന്ന് പറയുന്നതും എന്താണ്? ഇതും ഒരു തരത്തിലുള്ള ഒരു മ്യൂട്ടേഷന്റെ ചാൻസ് ആണ്. ഇൻവേർഷൻ ആൻഡ് ട്രാൻസ്ലൊക്കേഷൻ രണ്ടെണ്ണം വരുന്നുണ്ട്. ലോവേഴ്സ് ദ ഫ്രീക്വൻസി ഓഫ് ക്രോസിംഗ് ഓവർ. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞായിരുന്നു മ്യൂട്ടേഷൻ ലോവർ ചെയ്യിക്കും എന്ന് പറഞ്ഞു. അത് തന്നെയാണ് ഈ പറയുന്നത് അല്ലെ. അതിനകത്ത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞേക്കാണ് ഇൻവേർഷൻ ആൻഡ് ട്രാൻസ്ലൊക്കേഷൻ ലോവേഴ്സ് ദ ക്രോസിംഗ് over, frequency of crossing over. In a given segment of chromosome, crossing over is suppressed due to inversion. പ്രത്യേകമായ ഒരു സെഗ്മെന്റിനകത്താണ് ഈ ഇൻവേർഷൻ നടന്നത് അല്ലെങ്കിൽ ട്രാൻസ്ലൊക്കേഷൻ നടന്നത് എങ്കിൽ ആ പ്രത്യേക ക്രോമസോമിനെ എന്ത് സംഭവിക്കും? ദാറ്റ് സെഗ്മെന്റിനെ സപ്രസ് ഫ്രം ദ ക്രോസിംഗ് ഓവർ. ക്രോസിംഗ് ഓവറിൽ നിന്ന് അതിനെ അവിടുന്ന് സപ്രസ് ചെയ്ത് മാറ്റിവെക്കും എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് ദ ക്രോസിംഗ് ഓവർ ഈസ് ഹൈലി റെഡ്യൂസ്ഡ് ബിക്കോസ് ഓഫ് ദ മ്യൂട്ടേഷൻ, എസ്പെഷ്യലി ദ ഇൻവേർഷൻ ആൻഡ് ദ ട്രാൻസ്ലൊക്കേഷൻ. Whereas the mutagenic chemicals that increases the frequency of crossing over. Another one factor is temperature. Variation in temperature enhance the frequency of crossing over. That is another one condition. Temperature കൂടി കഴിഞ്ഞാൽ ഫ്രീക്വൻസി ക്രോസിംഗ് ഓവറിന്റെ ഫ്രീക്വൻസി കൂടും. ഒരു ടെമ്പറേച്ചർ അങ്ങ് ഹൈ ആയി കഴിഞ്ഞാൽ കൂടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ടെമ്പറേച്ചറിന് ഒരു ലിമിറ്റ് ഉണ്ട്. സാധാരണയുള്ള ടെമ്പറേച്ചറിൽ നിന്ന് ഒരു ഓർഗാനിസത്തിന് ടോളറബിൾ ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ ഉണ്ട്. ആ ടെമ്പറേച്ചറിൽ നിന്ന് കുറച്ചും കൂടെ മുകളിലേക്ക് കൂടിക്കഴിഞ്ഞാൽ ദ ഫ്രീക്വൻസി ഓഫ് ദ ക്രോസിംഗ് ഓവർ വിൽ ഇൻക്രീസ്, എൻഹാൻസസ് ദ ക്രോസിംഗ് ഓവർ. അതേസമയം ആ ടെമ്പറേച്ചർ ഒരുപാട് അങ്ങ് താഴെ പോയി കഴിഞ്ഞാലും ഒരുപാട് മുകളിൽ പോയി കഴിഞ്ഞാലും ഈ പറയുന്ന എല്ലാ കണ്ടീഷനും മാറിപ്പോകും. അതുകൊണ്ട് അത്രത്തോളം എക്സ്ട്രീം കണ്ടീഷൻ അല്ല ഉദ്ദേശിക്കുന്നത്. ടെമ്പറേച്ചർ സാധാരണ ഉള്ളതിൽ നിന്ന് വേരിയേഷൻ വന്നു കഴിയുന്നതാണ് പറയുന്നത്. സൈറ്റോപ്ലാസമിക് ജീൻസ് ആണ് അടുത്ത പറയുന്നത്. ഇൻ സം കേസസ് സച്ച് എ പേൾ മില്ലറ്റ് എന്ന് പറയുന്ന പോലെയുള്ള കേസുകളിൽ സൈറ്റോജീൻസ് ആർ ഷോൺ ടു ലോവർ ദ ഫ്രീക്വൻസി ഓഫ് ക്രോസിംഗ് ഓവർ. ഇങ്ങനെയുള്ള സൈറ്റോപ്ലാസമിക് ജീനുകൾ, സൈറ്റോപ്ലാസത്തിനകത്ത് ജീൻ ഉണ്ട്. സാധാരണ നമ്മൾ എവിടെ ജീൻ ഉണ്ടെന്ന് പറയുന്നത് ന്യൂക്ലിയസിനകത്താണ്, ക്രോമസോമിനകത്താണെന്ന് പറയും. സൈറ്റോപ്ലാസത്തിനകത്ത് ജീനുകൾ ഉണ്ട്. അതായത് എവിടെയാണുള്ളത്? മൈറ്റോകോൺട്രിയ, അതുപോലെ ക്ലോറോപ്ലാസ്റ്റ്, ഇങ്ങനെയുള്ള ഇതിനകത്തൊക്കെയാണ് എവിടെ എന്ത് വരുന്നത്? സൈറ്റോപ്ലാസമിക് ജീൻസ് വരുന്നത്. ഈ കണ്ടീഷനിൽ അല്ലെങ്കിൽ ഈ സൈറ്റോപ്ലാസമിക് ജീൻസിനകത്ത് എന്താണ് ഈ ക്രോസിംഗ് ഓവറിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് കുറവായിരിക്കും. ലോവർ ദ ഫ്രീക്വൻസി ഓഫ് ക്രോസിംഗ് ഓവർ. അപ്പോൾ ന്യൂക്ലിയർ ജീൻസിനാണ്, ന്യൂക്ലിയർ ക്രോമസോമിനകത്താണ് ക്രോസിംഗ് ഓവർ കൂടുതലായിട്ട് കാണുന്നത്. എക്സ്റേ ഇഫക്റ്റ് അല്ലെങ്കിൽ റേഡിയേഷൻ. എക്സ്റേ എന്ന് പറഞ്ഞാൽ ഒരു റേഡിയേഷൻ ആണെന്ന് നമുക്കറിയാം അല്ലെ. മുള്ളറാണ് ഇതിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തേക്കുന്നത്. അതായത് ഈ മ്യൂട്ടേഷൻ സ്റ്റഡീസ് ഒക്കെ നടത്തിയിട്ടുള്ള, ജനറ്റിക് സ്റ്റഡീസ് ഒക്കെ നടത്തിയിട്ടുള്ള വലിയൊരു സയന്റിസ്റ്റ് ആണ് മുള്ളർ എന്ന് പറയുന്നത്. എക്സ്റേ ഇറാഡിയേഷൻ ഇൻക്രീസസ് ക്രോസിംഗ് ഓവർ നിയർ സെൻട്രോമിയർ. അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്, സെൻട്രോമിയർ ആൻഡ് ടീലോമിയർ ഇഫക്റ്റ് പറഞ്ഞു. അവിടെ രണ്ടിടത്തും എന്താണ് കുഴപ്പമെന്ന് പറഞ്ഞത്? അവിടെ രണ്ടിടവും ക്രോസിംഗ് ഓവർ എന്ന് പറയുന്നത് റെയർ ആയിരിക്കും ഇല്ലേ. രണ്ടും ആൾമോസ്റ്റ് ആബ്സെന്റ് എന്നാണ് നമ്മൾ പഠിച്ചത്, മീൻസ് റെയർ ആണ്. പക്ഷെ ഇവിടെ എക്സ്റേ എഫക്റ്റിനകത്ത് മുള്ളർ പറയുന്നത് എന്താണ്? ദ ക്രോസിംഗ് ഓവർ ഡ്യൂ ടു ദ ക്രോസിംഗ് ഓവർ ഇൻക്രീസസ് ഡ്യൂ ടു ഇറാഡിയേഷൻ അറ്റ് centromere region, near the centromere region, near, not at, near the centromere region. centromere ന്റെ അടുത്ത് ഒരു ക്രോസിംഗ് ഓവർ നടക്കണം. ഇനിയിപ്പോ ചില ജീനുകൾ സെൻട്രോമിയറിനോട് അടുത്താണ് ഇരിക്കുന്നത്, പക്ഷെ ആ സെൻട്രോമിയറിന്റെ അടുത്തിരിക്കുന്ന ജീനിനെ നമുക്ക് എന്തെങ്കിലും രീതിയിൽ ഒരു മാനിപ്പുലേഷൻ നടത്തണം, അല്ലെങ്കിൽ ഒരു ബയോടെക്നോളജിക്കലി മോഡിഫൈ ചെയ്യണം എന്ന് ഉണ്ട് എങ്കിൽ the normal way of the crossing over is not possible or negligible. So in that case we can use or follow the X-ray effect method or irradiation method. X-ray കൊടുത്തു കഴിഞ്ഞാൽ ആ ഭാഗത്ത് ക്രോസിംഗ് ഓവർ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. Similarly, Hansen has shown that radium increases crossing over. Radium എന്ന് പറയുന്നത് എന്താണ്? That is also a റേഡിയേറ്റിംഗ് മെറ്റൽ ആണ് അല്ലെ. അപ്പൊ അതിനും ഇറാഡിയേഷൻ ഉള്ളതാണ്. ആ ഇറാഡിയേഷൻ ഉള്ള റേഡിയത്തിനും ക്രോസിംഗ് ഓവറിനെ ഇൻക്രീസ് ചെയ്യിക്കാനായിട്ട് സാധിക്കുമെന്ന് ഹാൻസൺ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റും കണ്ടെത്തിയിട്ടുണ്ട്. സോ ദ ഇറാഡിയേഷൻ that is the way of or that can increases the crossing over. Then see age. Bridges, that is another one scientist, demonstrated that the age also influences the rate of crossing over in Drosophila. When the female become older, the rate of crossing over increases. എങ്ങനെയാണ് ഫീമെയിൽസിന്റെ ഓൾഡർ ഏജിലേക്ക് പോകുമ്പോൾ അതിന്റെ പ്രായം കൂടി വരുന്ന സമയത്ത് ക്രോസിംഗ് ഓവറിന്റെ റേറ്റ്
കൂടി വരും. റേറ്റ് ഓഫ് ക്രോസിംഗ് ഓവർ ഇൻക്രീസസ്. അതാണ് ഏജ് വെച്ച് പറയുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞ എന്താണ്, ഫീമെയിൽസ് എന്നേ പറഞ്ഞോളൂ. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദ മെയിൽസ് ദർ ഈസ് ഓൾമോസ്റ്റ് ആബ്സെന്റ്, ദ ക്രോസിംഗ് ഓവർ ഈസ് ഓൾമോസ്റ്റ് ആബ്സെന്റ് ഇൻ ദ കേസ് ഓഫ് മെയിൽ ഡ്രോസോഫില. അത് നമ്മൾ എവിടെ പറഞ്ഞതാണ്? ഓൾറെഡി ടോൾഡ് ഇൻ ദ കേസ് ഓഫ് ദ ഇൻഫ്ലുവൻസിങ് ഫാക്ടേഴ്സ് under the sex. അല്ലേ? ഫാക്ടറിന്റെ കൂട്ടത്തിൽ ഞാൻ സെക്സ് പറഞ്ഞ സമയത്ത് അവിടെ പറഞ്ഞ കാര്യമാണ്. അപ്പൊ ഏജ് is another one factor. Next one is nutrition. High calcium diet in young Drosophila decreases crossing over rate, whereas diet deficient of metallic iron increases crossing over. Calcium diet in the case of young Drosophila decreases the crossing over, whereas the diet deficient of metallic iron illa engil എന്ത് സംഭവിക്കും? ക്രോസിംഗ് ഓവർ ഇൻക്രീസ് ചെയ്യും. പക്ഷേ ഹൈ ലെവലിൽ ഈ പറഞ്ഞ മെറ്റാലിക് അയോൺ കാൽഷ്യം ഡയറ്റിൽ ഉണ്ട് എങ്കിൽ ക്രോസിംഗ് ഓവർ കുറയും. എന്ന് വെച്ചാൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ന്യൂട്രിയന്റ്. അല്ലേ? അപ്പൊ കാൽഷ്യം അയോൺസിന്റെ അളവ് കൂടുതലാണെങ്കിൽ ക്രോസിംഗ് ഓവർ കുറയും, അളവ് കുറവാണെങ്കിൽ ക്രോസിംഗ് ഓവർ കൂടും. ദാറ്റ് ഈസ് ദ കണ്ടീഷൻ in the nutritional factor. Then the frequency of crossing over is less at the end of the chromosome and also near the centromere in comparison to other parts. അത് നമ്മൾ ഇവിടെ പറഞ്ഞ കാര്യമാണ്. എന്താണ് centromere and telomere effect എന്ന് പറയുന്നത്? The frequency of crossing over is less at the end of the chromosome and also near the centromere in comparison to other part. മറ്റുള്ള പാർട്ടുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ സെന്ററിൽ സെൻട്രോമിയറിന്റെ അടുത്തും ഇവിടെ നമ്മൾ പറഞ്ഞ എന്താണ്? സെൻട്രോമിയർ ആൻഡ് ടീലോമിയർ ആ പറഞ്ഞത്. എന്ന് വെച്ചാൽ അറ്റ് ദ സെൻട്രോമിയർ, അറ്റ് ദ ടീലോമിയർ. ഇവിടെയാണെങ്കിലോ ദാറ്റ് ഇസ് ദ ഡിഫറൻസ്. നിയർ ദ ടീലോമിയർ ആൻഡ് നിയർ ദ സെൻട്രോമിയർ. അതിന്റെ അടുത്തും ഇത് കുറവായിരിക്കും, ക്രോസിംഗ് ഓവർ കുറവായിരിക്കും എന്നാണ് ഈ പോയിന്റിൽ പറയുന്നത്. മനസ്സിലായോ? രണ്ടിന്റെയും വ്യത്യാസം. ഇതാ സെൻട്രോമിയറിൽ നടക്കില്ല എന്നാണ് പറയുന്നതെങ്കിൽ ഇവിടെ പറയുന്നത് സെൻട്രോമിയറിന് അടുത്ത് ഇത് കുറവായിരിക്കും, ടീലോമിയറിന്റെ അടുത്ത് കുറവായിരിക്കും എന്നാണ് ഈ പോയിന്റിൽ പറഞ്ഞേക്കുന്നത്. ഇതാണ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ക്രോസിംഗ് ഓവർ എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്നത്. ഇത് പ്രത്യേകമായിട്ടും പഠിച്ചു വെച്ചേക്കണം. ഇത് ഓരോന്നും ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ബിഹൈൻഡ് ദ ക്രോമസോമൽ ക്രോസിംഗ് ഓവർ എന്നുള്ള ക്വസ്റ്റ്യൻ വരാം. അതുപോലെ തന്നെ ഡെഫിനിഷൻ ആയിട്ട് ക്രോമസോമൽ ക്രോസിംഗ് ഓവർ ചോദിക്കാം. മെക്കാനിസം ഓഫ് ക്രോസിംഗ് ഓവർ നിങ്ങൾക്ക് നിങ്ങളുടെ സിലബസിനകത്ത് മെക്കാനിസം പറയുന്നില്ല, പക്ഷെ ഞാൻ അത് പറഞ്ഞു തന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് അങ്ങനെ ചോദിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്, ചിലപ്പോൾ ഇല്ലെങ്കിലും നേരത്തെയൊക്കെ പഠിക്കാനുണ്ടായിരുന്നതിന്റെ പേരിൽ ഇത് ചോദിക്കാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ അതിനെ അവിടെ തന്നെ പറഞ്ഞേക്കുന്നത്. Then see what are the significance of crossing over. ഈ ക്രോസിംഗ് ഓവർ നടക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ക്രോസിംഗ് ഓവറിന് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ? എന്തായിരിക്കാം ക്രോസിംഗ് ഓവറിന്റെ പ്രത്യേകത? സോ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, the variation of the characters that is surely through the crossing over and recombination. Recombination ക്രോസിംഗ് ഓവറും ക്രോസിംഗ് ഓവർ വഴി ഉണ്ടാവുന്ന റീകോമ്പിനേഷനും കാരണം എന്തുണ്ടാവും? ക്യാരക്ടേഴ്സിനകത്ത് വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ആ ക്യാരക്ടേഴ്സിൽ ഉണ്ടാകുന്ന ഗ്രാജുവൽ ആയിട്ടുള്ള വ്യത്യാസങ്ങൾ ഒരുപാട് ഗ്രാജുവൽ ആയിട്ട് നടക്കുന്നതാണ് വലിയ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് ആയിട്ട് മാറാൻ സാധിക്കുന്നത്. അത് മേ ലീഡ്സ് ടു ദ എന്തിനാണ് എവല്യൂഷൻ, വലിയ എവല്യൂഷനിലേക്ക് കൊണ്ടെത്തിക്കാൻ സാധ്യതയുള്ളതുമാണ് ഈ ക്രോസിംഗ് ഓവർ എന്ന് പറയുന്നത്. ക്രോസിംഗ് ഓവർ പ്രൊവൈഡ്സ് ഡയറക്റ്റ് പ്രൂഫ് ഫോർ ദ ലീനിയർ അറേഞ്ച്മെന്റ് ഓഫ് ജീൻസ്. ജീൻസിന്റെ ലീനിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ നിരനിരയായിട്ട് അടുക്കി വെക്കുന്നതിനാണ് നമ്മൾ ലീനിയർ എന്ന് പറയുന്നത്, അല്ലെ? ഈ ക്രോസിംഗ് ഓവർ നമുക്ക് ഒരു ഡയറക്ഷൻ തരുന്നുണ്ട്, ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. എന്താണ്? ഒരു പ്രൂഫാണ് പറയുന്നത്. ഒരു പ്രൂഫ്. എന്ത് പ്രൂഫ്? ലീനിയർ അറേഞ്ച്മെന്റ് ഓഫ് ജീൻസ്. ജീൻസ് എല്ലാം ലീനിയർ ആയിട്ട് വരിയായിട്ട് ഒരു നിരയായിട്ട് അടുക്കി വെച്ചേക്കുകയാണ്, അറേഞ്ച് ചെയ്തിരിക്കുകയാണെന്ന് ഈ ക്രോസിംഗ് ഓവർ നമുക്കൊരു ഐഡിയ തരുന്നു, അല്ലെങ്കിൽ ക്രോസിംഗ് ഓവർ ഉള്ളത് കൊണ്ട് പേരിൽ നമുക്ക് മനസ്സിലാകുന്നു. അതുകൊണ്ടാണല്ലോ ആദ്യത്തെ 5 ജീനുകള് പിന്നെ ഫാദറിന്റെ ക്രോമസോമിന് കൊടുത്താൽ അമ്മയുടെ അടുത്തുനിന്ന് അടുത്ത 5 ജീനുകള് രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അതാണ് പറയുന്നത്. ഓക്കെ. Then through crossing over, segments of homologous chromosomes are interchanged and hence provide origin of new characters and genetic variation. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്താണ്? പുതിയ ക്യാരക്ടർ ഉണ്ടാകുകയും അതുപോലെ ജനറ്റിക് വേരിയേഷൻ ഉണ്ടാവുകയും ചെയ്യും. Crossing over has led to the construction of linkage map or genetic map of chromosomes. ഒരു ക്രോമസോമിനകത്ത് ഏതൊക്കെ ജീനുകൾ എവിടെയെല്ലാം ഇരിക്കുന്നു എന്നുള്ളത്
കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിന്റെ പൊസിഷൻ എങ്ങനെയാണ് എന്നതിനെ അനുസരിച്ച് നമ്മളൊരു മാപ്പ് ഉണ്ടാക്കുന്നുണ്ട്. ഇതിന്റെ അടുത്ത സ്ലൈഡ് അതാണ്, ജനറ്റിക് മാപ്പ്, ക്രോമസോമൽ മാപ്പ് ആണ്. അത് എടുക്കാനായിട്ട് എനിക്ക് ഇതിനകത്ത് കറണ്ട് നിൽക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ചാർജ് പോകാൻ പോകുന്നു. എനിവേ, ജനറ്റിക് മാപ്പ് അല്ലെങ്കിൽ ക്രോമസോമൽ മാപ്പാണ് നമ്മൾ അടുത്തത് പറയുന്നത്. അതിനകത്ത് ആ ക്രോമസോമൽ മാപ്പുകൾ ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്ന ഒരു സാധനമാണ് ഈ ക്രോസിംഗ് ഓവർ എന്ന് പറയുന്നത്. ക്രോസിംഗ് ഓവർ ഹാസ് ലെഡ് ടു ദ കൺസ്ട്രക്ഷൻ ഓഫ് linkage map or genetic maps of chromosome. ഓരോന്ന് എത്രത്തോളം ലിങ്ക്ഡ് ആണ്, എത്രത്തോളം ലിങ്ക്ഡ് അല്ല, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ലിങ്ക്ഡ് ആണ്, പാർഷ്യൽ ആയിട്ട് ലിങ്ക്ഡ് ആണ്, ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതിനും ഈ ക്രോസിംഗ് ഓവർ സഹായിക്കുന്നുണ്ട്. ലിങ്കേജ് ഗ്രൂപ്പ് ആൻഡ് ലീനിയർ ഓർഡർ ഓഫ് ദ ജീൻസ് ഹെൽപ് ടു റിവീൽ ദ മെക്കാനിസം ആൻഡ് നേച്ചർ ഓഫ് ദ ജീൻസ്. ഈ ജീനുകളുടെ മെക്കാനിസം, അതാ ഇപ്പൊ പറഞ്ഞത്, എത്രത്തോളം അത് ക്ലോസ് ആണ്, എത്രത്തോളം ലിങ്ക്ഡ് ആണ്, എത്രത്തോളം എന്താണ് ഡിസ്റ്റന്റ് ആണ്, അതിനെങ്ങനെയാണ് അടുത്ത ജനറേഷനിലേക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് അസോർട്ട് ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെ ഇതിനെ സെഗ്രിഗേറ്റ് ചെയ്യാൻ പറ്റും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എന്തിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഈ ക്രോസിംഗ് ഓവറിനും. അതിന്റെ ലിങ്കേജ് ഗ്രൂപ്പ് ആൻഡ് ലീനിയർ ഓർഡർ ഓഫ് ദ ജീൻസ് ഹെൽപ് ടു റിവീൽ ദ മെക്കാനിസം ആൻഡ് നേച്ചർ ഓഫ് ദ ജീൻസ്. അപ്പൊ ഈ ഗ്രൂപ്പുകളുടെ കാര്യങ്ങൾ, ലിങ്കേജ് ഗ്രൂപ്പ് വഴി നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. ആ ലിങ്കേജ് ഗ്രൂപ്പിനെ തിരിച്ചറിയാനായിട്ട് ക്രോസിംഗ് ഓവർ നമുക്ക് സഹായിക്കുന്നുണ്ട്. ക്രോസിംഗ് ഓവർ പ്ലേസ് എ വെരി ഇമ്പോർട്ടന്റ് റോൾ in the field of breeding to improve the varieties of plants and animals. ഇത് നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ക്രോസിംഗ് ഓവർ ഇങ്ങനെ നടക്കും എന്നുണ്ടെങ്കിൽ we can prepare, we can manipulate the characters, mixing up of characters between the animals or between the plants. That is also and also we are able to create that type of new forms of new variety of plants and animals. അത് വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്രോസിംഗ് ഓവറിന്റെ ഒരു സിഗ്നിഫിക്കൻസ് തന്നെയാണ് ഏതെന്ന് പറയുന്നത്. ഈ ക്രോസിംഗ് ഓവറിന് നല്ല ഒരു റോള് വഹിക്കാൻ പറ്റുന്നുണ്ട്. എങ്ങനെയാണ്? ബ്രീഡിങ്, പുതിയ നമ്മൾ പറയത്തില്ലേ പുതിയ ബ്രീഡ്സ്, ഹൈബ്രിഡ്സിനെ ഉണ്ടാക്കി എന്നൊക്കെ പറയില്ലേ, എങ്ങനെയാണ് ഈ പ്രത്യേക ക്യാരക്ടേഴ്സിനെ അവിടേക്കും ഇവിടേക്കും കൊടുത്തതിന് ശേഷം ഒരു നല്ലൊരു ഓർഗാനിസത്തിനെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, വലിയൊരു പശുവാണ്, ആ പശുവിന് ധാരാളം പാലുകളുണ്ട്. പാലെന്ന് പറഞ്ഞാൽ അതിന് ചിലപ്പോൾ ഒരു പ്രാവശ്യം അതിനെ കറന്നു കഴിഞ്ഞാൽ ഒരു 20 ലിറ്റർ പാല് കിട്ടുന്നു എന്ന് വെച്ചു. അതേസമയം നമ്മുടെ വെച്ചൂരി എന്ന് പറയുന്ന ഒരു പശുവുണ്ട്, നമ്മുടെ കേരളത്തിന്റെ തനതായ ഒരു പശുവാണ്, വളരെ ചെറുതാണ്, അതിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ്, അതിന്റെ പശുവിന്റെ പാലിന് വളരെ കൂടുതൽ ന്യൂട്രിറ്റീവ് വാല്യൂ ഉണ്ട്, അതിന് മെഡിസിനൽ വാല്യൂ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അതിന്റെ അളവ് ഈ പറയുന്ന ഒരു 20 ലിറ്റർ പാലൊന്നും ചിലപ്പോൾ അതിന് കിട്ടത്തില്ല. അപ്പൊ എന്താണ് അതുപോലെ തന്നെ ഇതിന് ഒരു ചെറിയ കുട്ടികൾക്ക് പോലും ഇതിനെ കൊണ്ട് നടന്ന് മേയ്ക്കാൻ പറ്റും. അതിന് ധാരാളം ഇത്രയും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള മിൽക്ക് നമുക്ക് തരുമെങ്കിൽ അതിന് കുറച്ച് മാത്രം ഫുഡ് മതി, കാരണം അതിന്റെ സൈസും ചെറുതാണ്. അങ്ങനെ ധാരാളമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഈ വെച്ചൂരി പശുവിനുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ മറ്റേ പശുവിന് ധാരാളം പാലുണ്ട്, അളവിൽ കൂടുതലാണ്, പക്ഷെ അതിന് ന്യൂട്രിയന്റ് വാല്യൂ ഇല്ല. അതിനെ ആ പശുവിനെ വളർത്തുന്നതിന് ധാരാളം ചെലവുണ്ട്, അതിന് ഇത്ര നേരം ഇന്ന ഭക്ഷണങ്ങൾ കൊടുക്കണം. അതുപോലെ തന്നെ ആരെങ്കിലും വലിയ ആൾക്കാർക്ക് മാത്രമേ അതിനെ മാനേജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻ വരുമ്പം നമ്മൾ എന്താണ് എപ്പോഴും മനുഷ്യന്മാർ ഇക്കണോമിക് ആയിട്ടേ ചിന്തിക്കത്തുള്ളൂ. അപ്പൊ എന്താ ചെയ്യുന്നത്? നമുക്ക് കുറച്ച് മാത്രം കൊടുത്തതിന് ശേഷം കൂടുതൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് എല്ലാ മനുഷ്യരുടെയും എല്ലാവരുടെയും ആത്യന്തികമായിട്ടുള്ള ആഗ്രഹം അത് തന്നെയാണ്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഈ ഒരു വെച്ചൂരി പശുവിന്റെ ഇത്രയും ക്യാരക്ടേഴ്സ് ഉള്ള ഈ ഒരു പശുവിനെ അതിന്റെ ദേഹത്തേക്ക് ഇത്രയും ക്യാരക്ടേഴ്സ് ഉള്ളതിന്റെ ഇതിലേക്ക് ആ പശുവിന് ധാരാളമായിട്ട് മിൽക്ക് ഉണ്ടാക്കാനുള്ള ഒരു എബിലിറ്റി ഉള്ള ജീൻ അവിടെ ഉള്ളത് കൊണ്ടാണ് that much of milk is produced at one period. അതുകൊണ്ടാണ് അത്രയും വരുന്നതെങ്കിൽ ആ ഒരു ജീനിനെ ഇങ്ങോട്ടേക്ക് റീപ്ലേസ് ചെയ്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ വെച്ചൂരി പശുവിന് ഇത്രയും കൂടുതലായിട്ടുള്ള പിന്നെ മിൽക്ക് ഉണ്ടാക്കാം, അളവിൽ കൂടുതൽ മിൽക്ക് ഉണ്ടാക്കാം. അപ്പൊ എന്താണ്? മൊത്തം വെച്ചൂരിയെ പോലെ തന്നെ ഇരിക്കത്തില്ല, അതിൽ നിന്ന് കുറച്ച് ഡിഫറൻസ് വരും. പക്ഷെ അതിന്റെ ഇത്രയത്തോളം നല്ല നല്ല ക്യാരക്ടേഴ്സിനെ അതിന്റെ കൂട്ടത്തിൽ നിർത്താം, മറ്റേതിന്റെ നല്ല ക്യാരക്ടറിനെ എടുത്ത് ഇതിന്റെ കൂടെ യോജിപ്പിക്കാം. ചെയ്തതിന് ശേഷം എന്ത് കിട്ടും? ഗെറ്റ് എ ന്യൂ ക്യാരക്ടർ ഓർ ഗെറ്റ് എ ന്യൂ കൗ, ഇല്ലേ? ഹാവിങ് ഓൾ ദീസ് പോസിറ്റീവ് ക്യാരക്ടേഴ്സ് എല്ലാമുള്ള ഒരു കൗവിനെ നമുക്ക് അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് എടുക്കാം. പക്ഷെ ഇത് എപ്പോഴും 100% സക്സസ്ഫുൾ അല്ല, അത് ഒരു 50% മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. ഒത്തിരി എണ്ണം ചെയ്ത് കഴിയുമ്പോൾ അതിനകത്തുനിന്ന് കുറച്ചൊക്കെ ഇങ്ങനെ കിട്ടും. ഇങ്ങനെ കിട്ടുന്നതിനെ നമ്മൾ പ്രിസർവ് ചെയ്യുക, അതിനെ വീണ്ടും ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക. ഇത്തരത്തില്
എന്ത് സംഭവിക്കും? ഈ ജീനിനെ ഇങ്ങനെ മാറ്റി പുതിയ ഓർഗാനിസത്തിന് ഉണ്ടാക്കുന്നത് പോലെ ക്രോസിംഗ് ഓവർ വഴിയും പുതിയ പുതിയ വെറൈറ്റികളെ പോസിറ്റീവായിട്ടുള്ള എഫക്റ്റ് മനുഷ്യന് ഉണ്ടാക്കി തരുന്ന അല്ലെങ്കിൽ നേച്ചറിന് ഉണ്ടാക്കി തരുന്ന പുതിയ വെറൈറ്റികളെ ഫോം ചെയ്യിക്കാനായിട്ട് സാധിക്കും. ഇത് ക്രോസിംഗ് ഓവർ എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ട് നടക്കും, നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടും ചെയ്യിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഈ മാർഗങ്ങളൊക്കെയാണ് എന്തുണ്ടാക്കുന്നത്? പുതിയ ഓർഗാനിസങ്ങളെ ഈ യൂണിവേഴ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ബയോസ്ഫിയറിൽ ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നത് ഈ പറഞ്ഞേക്കുന്ന ക്രോസിംഗ് ഓവറും കൂടെയാണ്. ക്രോസിംഗ് ഓവർ മാത്രമല്ല, ക്രോസിംഗ് ഓവറിനും പുതിയ പുതിയ ഓർഗാനിസങ്ങളെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. സോ ദീസ് ആർ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ക്രോസിംഗ് ഓവർ. മനസ്സിലായോ ഇത്രയും കാര്യങ്ങൾ?